1931 24 വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവാവ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെടുന്നു. സർദാർ ഭഗത് സിംഗ്. തൂക്കിലേറ്റാൻ വിളിക്കപ്പെട്ടപ്പോൾ ഭഗത് സിംഗ് ആരാചാരോടായി പറഞ്ഞു, ഇത്തിരി നേരം കാത്തിരിക്കൂ, ഇവിടെ ഒരു വിപ്ലവകാരി മറ്റൊരു വിപ്ലവകാരിയോട് സംവദിക്കുകയാണ്. ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ക്ലാര സെത്കിൻ്റെ ലെനിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിക്കുകയായിരുന്നു. തൂക്കുകയറിലേക്കുള്ള വഴിയിലും അദ്ദേഹം ലെനിനോട് സംസാരിക്കുകയായിരുന്നു. മനുഷ്യർ അവരുടെ അവസാന നാളുകളിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിലേക്ക് തിരിയുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഭഗത് സിംഗ് അതാണ് ചെയ്തത്. അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടില്ല. എന്നിട്ടും ലെനിൻ അദ്ദേഹത്തെ തേടിയെത്തി. അല്ലെങ്കിൽ അദ്ദേഹം സാഹിത്യത്തിലൂടെ ലെനിൻ അടുക്കലേക്കെത്തി. അതായിരുന്നു മഹാനായ ലെനിൻ. മനുഷ്യകുലത്തിൻ്റെ മോചനം സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും ലെനിനെ തൊടാതെ മുന്നോട്ടു പോകാനാകില്ല. ലെനിനെക്കുറിച്ചുള്ള ഏതൊരാലോചനയും മനുഷ്യ സമുദായത്തെക്കുറിച്ചുള്ള ആലോചന കൂടിയാണ്. അടിസ്ഥാന വർഗത്തിന് യാതൊരു പരിഗണനയും ലഭിക്കാതിരുന്ന ഫ്യൂഡലിസവും അതിനോട് ചേർന്ന് മുതലാളിത്തവും ജനത്തെ കൊള്ളയടിച്ച വലിയൊരു സാമ്രാജ്യത്തെ ജനഹിതപരമായ സോഷ്യലിസ്റ്റ് ഭരണക്രമത്തോട് ചേർത്തുവെച്ചതിൽ ലെനിൻ്റെ കൈകൾക്ക് മഹത്തായ പങ്കുണ്ട്. സായുധ വിപ്ലവം മനുഷ്യ വിമോചനത്തിന് പ്രയോഗിക്കപ്പെട്ട റഷ്യൻ വിപ്ലവത്തിൻ്റെ അഥവാ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ തലച്ചോറും ശരീരവുമായത് ലെനിനായിരുന്നു. റഷ്യൻ വിപ്ലവത്തിൻ്റെ ചരിത്രം ലെനിൻ്റെ ജീവചരിത്രം തന്നെയാണെന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. 1870 ലെനിൻ ജനിക്കുന്നത്. ഇല്യ നിക്കോളോയേവിച്ച് ഉല്യാനോവിൻ്റെയും മറിയ അലക്സാൻഡ്രോവ്ന ഉല്യാനോവയുടെയും 8 മക്കളിൽ മൂന്നാമനായി. സാർ ചക്രവർത്തിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിന് മരണശിക്ഷ ഏറ്റുവാങ്ങിയ സഹോദരനാണ് വിപ്ലവ രംഗത്തേക്കുള്ള ലെനിൻ്റെ പ്രചോദനം. മാർക്സിൻ്റെ രചനകൾ ലെനിൻ പരിചയപ്പെടുന്നത് തൻ്റെ സഹോദരൻ മുഖേനയായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ലെനിൻ വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതുവഴി സർവകലാശാലയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. പിന്നീട് പല സ്ഥലങ്ങളിലായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷവും അദ്ദേഹം വിപ്ലവപക്ഷത്ത് നിലയുറപ്പിച്ചു. 1903 റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇടത്തും വലത്തുമായി പിളർന്നപ്പോൾ ഇടതുപക്ഷത്ത് നിലയുറച്ച ബോൾഷെവിക്കുകളുടെ നേതാവായി ലെനിൻ മാറി. പാർട്ടിയിലെ തന്നെ എതിർഭാഗമായ മെൻഷെവിക്കുകളെ എതിർത്ത് നിൽക്കാൻ ലെനിൻ്റെ നേതൃത്വം ബോൾഷെവിക്കുകൾക്ക് സഹായകമായി. വിഖ്യാതനായ സഖാവ് ലിയോൺ ട്രോട്സ്കി ബോൾഷെവിക്കുകളുടെ അതുല്യനായ സംഘാടകനായും അക്കാലത്ത് പ്രവർത്തിച്ചു. റഷ്യൻ ജനത സാർ ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെടുന്ന സന്ദർഭമാണിത്. വലിയ ജനരോഷം ഇതിനെതിരെ രൂപപ്പെട്ടു. പല തട്ടിലുള്ള പല തൊഴിൽ ചെയ്യുന്ന ജനങ്ങൾ ഇതിനെതിരെ രംഗത്തെത്തി. 1905 ബ്ലഡി സൺഡേ, പൊട്ടംകിൻ യുദ്ധക്കപ്പലിലെ കലാപം എന്നിവ രാജ്യത്തെ അലോസരപ്പെടുത്തിയ പ്രതിഷേധങ്ങളായി. ഇതേ തുടർന്ന് 1905 ഒക്ടോബർ 17 സർ നിക്കോളാസ് രണ്ടാമൻ ഒക്ടോബർ മാനിഫെസ്റ്റോ പുറത്തിറക്കി. പൂർണ്ണമായി രാജഭരണത്തിൽ നിന്ന് മാറി ഡ്യൂമ എന്ന സഭയെ ഭരണമേൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത്. ഇതോടെ ഭരണഘടനാപരമായ രാജവാഴ്ച റഷ്യയിൽ നിലവിൽ വന്നു. അതായത് ഡ്യൂമ പ്രധാനപ്പെട്ട സ്ഥാനം കൈയാളുന്നുവെന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് ചക്രവർത്തി അന്തിമ തീരുമാനമെടുക്കുന്ന അവസ്ഥ. ഡ്യൂമ നിലവിൽ വന്നത് ജനരോഷങ്ങൾ അടക്കാനുള്ള താത്കാലികമായ പരിഹാരം മാത്രമേ ആയുള്ളൂ. കനത്ത സാമ്പത്തിക പ്രതിസന്ധി, സാർ ഭരണത്തിലെ ഗ്രിഗറി റാസ്പുട്ടിൻ എന്ന ഉപദേശകന്റെ കൈകടത്തൽ, രാജ്യത്തെ പട്ടിണി തുടങ്ങിയ പ്രശ്നങ്ങൾ റഷ്യയിൽ വലിയ കോളിളക്കമുണ്ടാക്കി. റഷ്യ ആകമാനം വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിലാണ് 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. സാമ്പത്തികമായും സൈനികമായും റഷ്യയ്ക്ക് അടിപതറിയ കാലമായിരുന്നു അത്. ലോക മഹായുദ്ധം വരുത്തിവെച്ച സാമ്പത്തിക ക്ഷീണത്തോളം പ്രധാനമായിരുന്നു സാർ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ കെടുകാര്യസ്ഥത. ഇതോടെ റഷ്യ സമാനതകളില്ലാത്ത പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ഇടിത്തെറിയപ്പെട്ടു. 1917 ജനുവരി 9 പെട്രോഗ്രാഡിൽ ഉരുക്കുശാലയിലെ തൊഴിലാളികൾ സമരത്തിനിറങ്ങി. 1917 ഫെബ്രുവരി 23 സ്ത്രീകൾ പെട്രോഗ്രാഡിൽ റൊട്ടിക്ഷാമത്തിനെതിരെ പ്രതിഷേധം നടത്തി. ഫെബ്രുവരി 24 വിദ്യാർത്ഥികളും തൊഴിലാളികളും കർഷകരുമടങ്ങുന്ന വൻ ജനാവലി ഈ പ്രതിഷേധത്തിനൊപ്പം ചേർന്നു. ഇതിനെ അടിച്ചമർത്താനായി നിക്കോളാസ് രണ്ടാമൻ നിയോഗിച്ച സൈനിക വിഭാഗം പോലും ഈ സമരത്തിനൊപ്പം ചേർന്നു. സ്ഥിതിഗതികൾ മോശമായ റഷ്യയിൽ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും സാർ ഭരണം അവസാനിക്കുകയും ചെയ്തു. ശേഷം അധികാരത്തിൽ വന്ന താത്കാലിക സർക്കാർ
റഷ്യൻ അവസ്ഥ നവീകരിക്കാൻ ബാധ്യസ്ഥരായി. ഇതിനെയാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടമായി വിലയിരുത്തുന്നത്. റഷ്യൻ ജനത വിപ്ലവോന്മുഖമായിരുന്നു. ഈ ഘട്ടത്തിലാണ് 1.5 പതിറ്റാണ്ട് നീണ്ട പലായനം അവസാനിപ്പിച്ച് ലെനിൻ റഷ്യയിലേക്ക് എത്തുന്നത്. ആ വരവിലാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഐതിഹാസിക പ്രസംഗം ലെനിൻ നടത്തുന്നത്. സമാധാനവും ഭൂമിയും ഭക്ഷണവുമാണ് അടിസ്ഥാന വർഗത്തിൻ്റെ അടിസ്ഥാന ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് നടത്തിയ ആ പ്രസംഗത്തിലൂടെ റഷ്യൻ ജനതയ്ക്ക് തങ്ങളുടെ വിമോചന നായകനെ തിരിച്ചറിയാൻ സഹായിച്ചു. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച് റഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം. കൃഷിഭൂമി കൃഷിക്കാർക്ക് ലഭ്യമാക്കണം. റഷ്യയിൽ പട്ടിണി മാറ്റണം എന്നീ ആവശ്യങ്ങൾ നിറവേറ്റാൻ അധികാരത്തിലെത്തി 9 മാസം കഴിഞ്ഞിട്ടും സാധിക്കാതെ പോയ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ അവിശ്വസിച്ച ജനത ലെനിനിലും ബോൾഷെവിക്കുകളിലും വിശ്വസിക്കാൻ വിഖ്യാതമായ സെന്റ് പീറ്റേഴ്സ്ബർഗ് പ്രസംഗം കാരണമായി. ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. റഷ്യ തോൽവിയോട് അടുക്കുന്നു. സൈന്യത്തിൻ്റെ ആൾബലവും മനോബലവും ദിനം പ്രതി കുറഞ്ഞു വരുന്നു. ഭരണകൂടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട സേനാവിഭാഗം പെട്രോഗ്രാഡിൽ പ്രകടനം നടത്തി. ബോൾഷെവിക് സഖാക്കൾ അവരെ അനുഗമിച്ചു. ഭരണാനുകൂല സൈനിക വിഭാഗം വെടിയുതിർത്തു. അനേകം ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കലാപം തുടർന്നു. ബോൾഷെവിക് സഖാക്കളെയും അനുകൂലികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ലിയോൺ ട്രോട്സ്കി അടക്കമുള്ള പല ബോൾഷെവിക് സഖാക്കളും പിടിക്കപ്പെട്ടപ്പോൾ ലെനിൻ, സ്റ്റാലിൻ തുടങ്ങിയ ചുരുക്കം സഖാക്കൾ മാത്രം രക്ഷപ്പെട്ടു. ഇതേ സന്ദർഭത്തിൽ ഭരണം പട്ടാള അട്ടിമറിയിലൂടെ കൈക്കലാക്കാൻ സൈനിക ജനറൽ കോർണിലോവിൻ്റെ നേതൃത്വത്തിൽ ശ്രമമുണ്ടായി. ഈ ശ്രമത്തെ സായുധമായി ചേർത്തത് ജയിൽ മോചിതനായി തിരിച്ചെത്തിയ ട്രോട്സ്കി നയിച്ച റെഡ് ഗാർഡ്സ് ആണ്. ബോൾഷെവിക്കുകൾ സായുധ സമരം നടത്തുക മാത്രമല്ല ചെയ്തത്. ബോൾഷെവിക്കുകളെ പിന്തുണച്ച റെയിൽവേ തൊഴിലാളികൾ ഈ ഘട്ടത്തിൽ പണിമുടക്ക് പ്രഖ്യാപിച്ച് കോർണിലോവിൻ്റെ ശ്രമങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടു. ഒരു ജനത തങ്ങളുടെ സർവ്വവിശ്വാസവും ബോൾഷെവിക്കുകളെ ഏൽപ്പിക്കുന്ന മനോഹരമായ കാഴ്ച. റെഡ് ഗാർഡ്സിൻ്റെ വിപ്ലവ വീര്യം അനുപമമായിരുന്നു. തങ്ങളുടെ സ്വാതന്ത്ര്യവും സ്വൈര്യ ജീവിതവും പിടിച്ചു വാങ്ങേണ്ടതാണെന്ന് അവരെ ലെനിൻ പഠിപ്പിച്ചു. 1917 ഒക്ടോബർ 25 റെഡ് ഗാർഡ്സ് പെട്രോഗ്രാഡിലേക്ക് സായുധ നീക്കം നടത്തി. സൈന്യം ഒപ്പവും ചേർന്നു. സാർ ഭരണത്തിൻ്റെ അധികാര കേന്ദ്രമായി കണക്കാക്കപ്പെട്ട വിന്റർ പാലസ് സംഘം പിടിച്ചടക്കി ചെങ്കൊടി നാട്ടി. ഈ പിടിച്ചെടുക്കൽ സമാധാനപരമായിരുന്നുവെന്നും മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ചരിത്രരേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. ജനവിശ്വാസം നേടി ആർത്തിരമ്പി വരുന്ന ചെമ്പടയോട് എതിരിടാൻ വിന്റർ പാലസിലെ അധികാര പ്രഭുക്കന്മാർക്ക് ത്രാണിയുണ്ടായില്ല എന്നതാണ് സത്യം. അസൂയാവഹമായ ജാഗ്രത, രാഷ്ട്രീയമായ സമചിത്തത, തികഞ്ഞ ധിഷണ, ഉജ്ജ്വല നേതൃപാടവം, സംഘാടനം. റഷ്യയ്ക്ക് അവരുടെ തലവൻ ആരാകുമെന്നതിൽ സംശയമേതുമുണ്ടായില്ല. ലെനിൻ. 1917 മുതൽ ലെനിൻ റഷ്യയുടെ ഭരണനായകനായി. എന്നാൽ ലെനിനെയും ബോൾഷെവിക്കുകളെയും കാത്തിരുന്നത് സമാധാനത്തിൻ്റെ നാളുകളായിരുന്നില്ല. ആഭ്യന്തര കലാപങ്ങൾ റഷ്യയിൽ സാധാരണ കാഴ്ചയായി. പ്രതിവിപ്ലവകാരികൾ ഭരണത്തിലേക്ക് തിരിച്ചെത്താനുള്ള നിരന്തര ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. റഷ്യ കീഴടക്കി ശക്തി സ്ഥാപിക്കാനുള്ള വിദേശ സൈന്യങ്ങളുടെ ഇടതടവില്ലാത്ത അക്രമങ്ങൾ തുടർക്കാഴ്ചയായി. ലോകമഹായുദ്ധം ഇതിനെല്ലാം ഇന്ധനമായി പ്രവർത്തിച്ചു. അടിച്ചമർത്തലുകൾ മാത്രം അനുഭവിച്ച, വേദനകൾ മാത്രം മൂലധനമായ ഒരു ജനതയെ കൈവെടിയാൻ ലെനിന് കഴിഞ്ഞില്ല. ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ചെക്ക് ഉൾപ്പെടെയുള്ള അധിനിവേശകരെ ബോൾഷെവിക്കുകൾ തെരുവിൽ നേരിട്ടു. തങ്ങൾക്കെതിരെ കുതിച്ചെത്തുന്ന കാട്ടുപോത്തുകൾക്ക് മുന്നിൽ വേലിയും മതിലും കോട്ടയും കെട്ടി ജീവൻ കാക്കുന്നവരായിരുന്നില്ല റെഡ് ഗാർഡ്സ്. അവയുടെ കണ്ഠനാളം തുറന്നുപോകുന്ന കൂരമ്പുകളായിരുന്നു അവരുടെ രീതി. പോരടിച്ചെത്തിയവരെല്ലാം ചരിത്രമായി. തങ്ങളുടെ ജീവൻ അപകടത്തിലാവുന്ന ഘട്ടത്തിൽ പ്രതിരോധത്തിനുള്ള നല്ല വഴി അക്രമമാണെന്ന് റഷ്യ പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ റഷ്യ സ്വൈര്യ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി. ലെനിൻ്റെ നേതൃത്വം അതിനൂർജമായി. ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടമായി റഷ്യയെ മാറ്റിത്തീർക്കാനുള്ള ശ്രമങ്ങൾ ലെനിൻ ആരംഭിച്ചു. തൊഴിലാളി വർഗ സമഗ്രാധിപത്യത്തിലൂടെ മാത്രമേ സമത്വപൂർണമായൊരു ലോകം സ്വപ്നം കാണാൻ കഴിയൂവെന്ന തിരിച്ചറിവ് ലെനിനുണ്ടായിരുന്നു. മാർക്സിസം അതിനുള്ള വഴിയായി ലെനിൻ കണ്ടു. കമ്മ്യൂണിസത്തിലേക്ക് വളരാൻ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലൂടെ വഴിവെട്ടാൻ ലെനിൻ തയ്യാറായി. ലോക ചരിത്രം തന്നെ മാറ്റിത്തീർത്ത ചിന്തയുടെ മൂർത്ത രൂപമായി റഷ്യയും പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയനും മാറുന്നത് ലെനിൻ്റെ ചിന്തയിലൂടെയാണ്. കൃത്യമായ ആസൂത്രണം,
സ്വകാര്യ സ്വത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയും ദേശസാത്കരണം, സാമ്പത്തികമായ ആസൂത്രണം, ജനഹിതപരമായ ഭരണ പദ്ധതികൾ, സ്ത്രീകൾക്കും തൊഴിലാളികൾക്കുമായുള്ള ഉന്നമന പദ്ധതികൾ, ഇവയെല്ലാം മാതൃകാ ലോകത്തേക്കുള്ള ലെനിൻ വഴികളായി. 1922 റഷ്യയോടൊപ്പം സോഷ്യലിസ്റ്റ് ആശയധാര പിന്തുടർന്ന പ്രദേശങ്ങൾ ഒന്നായി നിന്ന് സോവിയറ്റ് യൂണിയൻ സ്ഥാപിതമായി. ലെനിൻ അതിൻ്റെ ആദ്യ തലവനായി. ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും ഭാഷാപരമായും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു കൂട്ടായ്മയായ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസത്തിലൂടെ ഒന്നിക്കുന്ന മനോഹരമായ കാഴ്ച. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തൊഴിലാളികളുടെ താൽപ്പര്യത്തിനായി സ്ഥാപിക്കപ്പെട്ട ഒരു രാഷ്ട്രം, തൊഴിലാളി താൽപ്പര്യങ്ങൾ ഉയർത്തി നിലകൊള്ളുന്ന ഒരു ഭരണകൂടം. അടിച്ചമർത്തപ്പെടുന്നവർക്ക് പ്രതീക്ഷയുടെ കിരണമായി സോവിയറ്റ് യൂണിയൻ വളരെ പെട്ടെന്ന് മാറി. ലോകം സോവിയറ്റ് യൂണിയനിലേക്ക് കണ്ണെറിഞ്ഞു. മുതലാളിത്തം ഒരു ബാധയാണെന്ന് യൂറോപ്പ് തിരിച്ചറിഞ്ഞ ഘട്ടം 19-ാം നൂറ്റാണ്ടാണ്. മാർക്സും എംഗൽസും ചേർന്നെഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് ലോകത്തോട് വിളംബരം ചെയ്തു. മാർക്സ് ആവശ്യിച്ച ലെനിൻ കുറെ കൂടി മുന്നോട്ട് പോയി. സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ പരമോന്നതിയാണെന്ന് ലെനിൻ പ്രഖ്യാപിച്ചു. അതിനെ എതിരിടാനുള്ള സൈദ്ധാന്തിക പ്രായോഗിക പദ്ധതികൾ ലെനിൻ ആസൂത്രണം ചെയ്തു. സോവിയറ്റ് യൂണിയൻ എന്ന ചിന്ത യാഥാർത്ഥ്യമായതോടെ അദ്ദേഹം ഇതിൽ വിജയിക്കുന്നുമുണ്ട്. ആ വിജയമാണ് ഒരു നിലയിൽ മാർക്സിസത്തിൻ്റെ തുടർ ജീവിതം പോലും നിർണയിച്ചതെന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ്. മാർക്സിസം മാർക്സിലോ എംഗൽസിലോ അവസാനിക്കാത്ത ഒരു തുടർ പ്രക്രിയയാണെന്ന് ലോകത്തെ അറിയിച്ച പ്രധാനി ലെനിനാണ്. ആശയരൂപത്തിൽ നിന്ന് മനുഷ്യാധ്വാനത്തിലൂടെ ഭൗതിക രൂപം കൈവരിക്കുന്ന ഒരു പദ്ധതിയെ ലെനിൻ സോവിയറ്റ് യൂണിയനിലൂടെ അവതരിപ്പിച്ചു. ലെനിനെക്കുറിച്ചുള്ള ആലോചനകൾ റഷ്യയെയോ സോവിയറ്റ് യൂണിയനെയോ മാത്രം ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നതിൽ വലിയ പരിമിതിയുണ്ട്. വാസ്തവത്തിൽ ലെനിനും ലെനിനിസവും സോവിയറ്റ് യൂണിയനും സർവ്വലോകത്തെയും ആവേശിച്ചവയാണ്. ഇന്ത്യ പോലുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ വിശേഷിച്ചും ഈ ചിന്താ പദ്ധതിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. ആധുനിക ഇന്ത്യയുടെ സ്ഥാപനത്തിൽ വലിയ പങ്കുവഹിച്ച ഭരണാധികാരിയായിരുന്ന നെഹ്റു സോവിയറ്റ് ആശയങ്ങൾ വലിയ തോതിൽ ഏറ്റെടുത്തിരുന്ന ആളായിരുന്നു. ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ലെനിൻ എന്ന മാതൃക നെഹ്റുവിനെ ഏറെ സഹായിച്ചിട്ടുണ്ടെന്നത് നെഹ്റുവിയൻ എന്ന് വിളിക്കപ്പെടുന്ന ചിന്താ പദ്ധതിയിലും ഭരണ പദ്ധതിയിലും സൂക്ഷ്മ പരിശോധന നടത്തിയാൽ കണ്ടെത്താൻ കഴിയും. ഫെഡറലിസം ലെനിൻ ഭരണകൂടത്തിൻ്റെ കേന്ദ്ര ആശയങ്ങളിൽ ഒന്നായിരുന്നു. ഭൂപ്രദേശം, ഭാഷ, മതം, വംശം മുതലായ കാര്യങ്ങളിൽ ലെനിൻ സ്വീകരിച്ച നിലപാടുകൾ ഫെഡറലിസം എന്ന ആശയത്തെ സ്വാംശീകരിക്കുന്നവയാണ്. ലെനിൻ റഷ്യയെ പുനഃസംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ റഷ്യയ്ക്ക് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പേര് റഷ്യൻ സോവിയറ്റ് ഫെഡറേറ്റീവ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നായിരുന്നു. ഒരു രാഷ്ട്രത്തിനകത്തെ ഓരോ ഘടകത്തിനും അപേക്ഷക സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അതിനൊരു രാഷ്ട്രമായി നിലനിർത്തുക എന്ന ഏറ്റവും അടിസ്ഥാന തത്വം ഫെഡറേറ്റീവ് റിപ്പബ്ലിക്കിലൂടെ ലെനിൻ റഷ്യയിൽ നടപ്പിലാക്കി. ഇതിൻ്റെ തുടർച്ച നെഹ്റുവിൻ്റെ ഇന്ത്യ എന്ന ആശയത്തിലും നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ ലെനിൻ പുലർത്തിയ ജാഗ്രതയ്ക്ക് ന്യൂ എക്കണോമിക് പോളിസി ഒരു തെളിവാണ്. യുക്തിചിന്തയുടെ വികാസം, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം, ശാസ്ത്രത്തിൻ്റെ വളർച്ചയും ശാസ്ത്രീയ അവബോധത്തിൻ്റെ ആവശ്യകതയും തുടങ്ങിയ ആശയങ്ങൾ ലെനിൻ മുന്നോട്ട് വെച്ചവയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കു വേണ്ടി ലെനിൻ ഉയർത്തിയ ശബ്ദത്തിൻ്റെ മുഴക്കങ്ങൾ പിൽക്കാല ഇന്ത്യയിലും നമ്മൾ കാണുന്നു. ഇന്ത്യയോർക്കും ലെനിനെ. മനുഷ്യൻ്റെ കണ്ണിൽ ബാഷ്പം നിറയുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ. വിലങ്ങുകൾ വന്ന് കൈകളിൽ വീഴുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ. പടിഞ്ഞാറ് ഗന്ധകപ്പുക പൊങ്ങുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ. വിയറ്റ്നാമിൽ നിന്ന് ഗദ്ഗതം കേൾക്കുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ. സയൻസിൻ്റെ യന്ത്രപക്ഷി പറക്കുമ്പോഴൊക്കെയും ഇന്ത്യയോർക്കും ലെനിനെ. മനുഷ്യൻ്റെ മുന്നിൽ ദൈവം മരിക്കുമ്പോഴൊക്കെയും നിന്നിൽ നിന്ന് കൊളുത്തിയെടുത്തതാണെന്നിൽ നിന്നുള്ള തീയും വെളിച്ചവും, നിന്നിൽ നിന്ന് പകർന്ന് നിറച്ചതാണെന്നിൽ നിന്നുള്ള രാഗവും താളവും എന്ന വയലാർ കവിതയിൽ ഇന്ത്യക്ക് ലെനിൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഈ നിലയിൽ ലെനിൻ റഷ്യയുടെ മാത്രമോ സോവിയറ്റ് യൂണിയൻ്റെ മാത്രമോ കമ്മ്യൂണിസ്റ്റുകളുടെ മാത്രമോ നേതാവല്ല, ലോക ജനതയുടെ ആകെ പ്രകാശഗോളമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മുഖം മാറ്റിയ ഏറ്റവും മഹാനായ വിപ്ലവകാരിയായി ലെനിൻ ഓർമ്മിക്കപ്പെടുന്നത്. ഇന്നും ലെനിൻ ജീവിക്കുന്നത്. കാലത്തിൻ്റെ മുഖാകൃതി മാറ്റിയ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യമോചന രണഭൂമിയിൽ നിന്നുയർന്നതാണ് ഈ ശബ്ദം. ലെനിൻ്റെ ശബ്ദം, ലെനിൻ്റെ ശബ്ദം, ലെനിൻ്റെ ശബ്ദം.